ഞാനൊരു ബിടെക് ഗ്രാജുവേറ്റാണ്, അതായത് എൻജിനീയറേ. ഏത്? അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ പഠിച്ച പണിയാണ് ചെയ്യുന്നത്. ഒരിക്കലുമല്ല. അതിനൊരു കാരണമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഇപ്പം ഞാൻ കയറി വന്നത് എൻ്റെ സ്വന്തം കമ്പനിയാണ്. ഇതാണ് എൻ്റെ കമ്പനി. ഞങ്ങൾ 6 പേര് ചേർന്നിട്ടാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഇതാണ് ഞങ്ങളുടെ അക്കാഡമിയുടെ ക്ലാസ് റൂം. ഇന്നാണെങ്കിൽ കുറേ പണിയുണ്ട്. ഇന്ന് ഒരു അവയർനെസ് ക്ലാസ് എടുക്കാനുണ്ട്, അതും ഒരു സ്കൂളിൽ. ദേ അങ്ങോട്ട് പോവാണ് ഇപ്പം. അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ ബാച്ച്. നല്ല പിള്ളേരായിരുന്നു കേട്ടോ, ബഹളമൊന്നും ഉണ്ടായില്ല. ഇത് രണ്ടാമത്തെ ബാച്ച്. ഇവർ ചെറുതായിട്ട് ബഹളം വെച്ചെങ്കിലും നല്ല പിള്ളേരായിരുന്നു. ഇതാണ് മൂന്നാമത്തെ ബാച്ച്. ഇവരും നല്ല അനുസരണമുള്ള പിള്ളേർ തന്നെയായിരുന്നു. അങ്ങനെ അവിടുത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് ഓഫീസിലേക്ക്. അപ്പോഴാണ് നമ്മൾ അടുത്ത പാർട്ട്ണറെ വിളിക്കുന്നത്. ദിവനാണ് 11. അച്ഛൻ UK കേട്ടോ. അങ്ങനെ കമ്പനിയിൽ തിരിച്ചെത്തിയ പാടെ തന്നെ അടുത്ത പണി വന്നു. കുറച്ച് ഓഫർ ലെറ്റേഴ്സ് പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു. നമ്മുടെ കമ്പനിയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന ഇൻറ്റേൺസിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളായിരുന്നു ആ ഓഫർ ലെറ്റേഴ്സ്. ഇതേത് ചെക്കൻ? ഇവനാണ് ആതിഫ്. ഇവൻ എൻ്റെ വേറൊരു പാർട്ട്ണറാണ്. അങ്ങനെ ഇന്നത്തെ പണി ഏകദേശം കഴിഞ്ഞു. ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണേ, വേറെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഏതായാലും ബൈ ബൈ, നാളെ കാണാം. പിസ്സ.